ഉയർത്തപ്പെടുന്നില്ല. ഏതൊരുവനും സ്വന്തം നന്മ കാക്ഷിക്കാതെ അയൽക്കാരൻ്റെ നന്മ കാക്ഷിക്കട്ടെ. ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏതുതരം മാംസവും വാങ്ങി മനഃശാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചു കൊള്ളുവൻ. കാരണം ഭൂമിയും അതിലുള്ള സർവവും കർത്താവിൻ്റേതാണ്. അവിശ്വാസിയായ ഒരുവൻ നിന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും പോകാൻ നീ ആഗ്രഹിക്കുകയും ചെയ്താൽ വിളമ്പി തരുന്നതെന്തും മനഃശാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചു കൊള്ളുക. എന്നാൽ ആരെങ്കിലും നിന്നോട് ഇത് ബലിയർപ്പിച്ച വസ്തുവാണ് എന്ന് പറയുന്നുവെങ്കിൽ ഈ വിവരം അറിയിച്ച ആളെ കരുതിയും മനസാക്ഷിയെ കരുതിയും നീ അത് ഭക്ഷിക്കരുത്. നിന്റെ മനസാക്ഷിയെല്ലാം അവൻ്റേതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരുവരുടെ മനസാക്ഷി കൊണ്ട് എന്തിനു വിധിക്കപ്പെടണം? കൃതജ്ഞതയോടെയാണ് ഞാൻ അതിൽ ഭാഗഭാക്കാകുന്നതെങ്കിൽ ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്ന ഒന്നിനു വേണ്ടി എന്തിനെന്നെ കുറ്റപ്പെടുത്തണം? അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. നമ്മുടെ വിചിന്തനത്തിനായിട്ട് സഭാമാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ വചനഭാഗം ധ്യാനിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ സ്വർഗത്തെ എങ്ങനെ കുറുക്കുവഴിയിലൂടെ നേടാമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമുക്ക് സ്വർഗത്തെ കുറുക്കുവഴിയിലൂടെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത്? വചനത്തിൽ നമ്മൾ കണ്ടുകൊള്ളുന്നത് ഇപ്രകാരമാണ്: അനുരഞ്ജനപ്പെട്ടാൽ, പരസ്പരം ക്ഷമിച്ചാൽ, മറ്റുള്ളവരോട് പകയില്ലാതെ ജീവിച്ചാൽ സ്വർഗത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു കുറുക്കുവഴിയാണ്, എളുപ്പവഴിയാണ് എന്ന് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് വായിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗത്ത് ഈശോ ചില മറുചോദ്യങ്ങൾ തന്നോട് കൂടെ ഉണ്ടായിട്ടുള്ള ചോദിക്കുന്നത് ഇപ്രകാരമാണ്. അവരുടെ സംശയത്തിന് ഉത്തരം കൊടുക്കുന്ന രീതിയിൽ തന്നെ ഈശോ അവരോട് ചോദിക്കുകയാണ്: സിലോകായിലെ ഗോപുരം ഇടിഞ്ഞു വീണു, അതിൽ ഏകദേശം 18ഓളം ആൾക്കാർ മരിച്ചു. ഈ മരണപ്പെട്ടത് ആരുടെ പാപം നിമിത്തമാണ്? എനിക്ക് തോന്നുന്നു 6 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ കുടുംബ അംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചേർന്ന് ദുഃഖത്തോടുകൂടെ ദൈവത്തോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ദിവസമാണ്. എന്തേ ഞങ്ങളുടെ കുഞ്ഞിനെ സ്വർഗത്തിലേക്ക് വിട്ടുകൊണ്ടുപോയി? എന്തേ ഞങ്ങളുടെ കുഞ്ഞിനെ അവന് ഞങ്ങൾ സ്നേഹിച്ച് കൊടുത്തു തീർന്നിട്ടില്ലായിരുന്നു? ഞങ്ങൾ ഇനിയും സ്നേഹിക്കാനായിട്ടുണ്ടായിരുന്നു? എന്തേ ഞങ്ങളുടെ കുഞ്ഞിനെ തമ്പുരാൻ കൂട്ടിക്കൊണ്ട് പോയിട്ടില്ല? ഈ കഴിഞ്ഞ 6 വർഷങ്ങൾ കൊണ്ട് ഈ അപ്പനും അമ്മയും സഹോദരങ്ങളും കുടുംബ അംഗങ്ങളായിട്ടുള്ള നിങ്ങളെല്ലാവരും ഒരു നല്ല ഉത്തരം നിങ്ങളുടെ ജീവിതം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ദൈവം കൂട്ടിക്കൊണ്ടുപോയത് അവൻ നട്ട്, അവൻ വളർത്തിയ, അവന് ഇഷ്ടപ്പെട്ട ഒരു പുഷ്പത്തെയാണ് അവന് കൂട്ടിക്കൊണ്ട് പോയിട്ടുള്ളത് എന്നുള്ള വലിയ ഒരു ഉത്തരമാണ് നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് നന്ദി പറയാം. ബഹുമാനപ്പെട്ട ജസ്റ്റിനച്ചൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ 6ാമത്തെ സ്വർഗത്തിലെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. തമ്പുരാന്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് ഈശോയുടെ മടിത്തട്ടിൽ വീണ് അവനോടൊപ്പം സന്തോഷിക്കുന്ന ആ ജന്മദിനത്തിന്റെ ഓർമ്മകളാണ് നമ്മൾ ഇന്ന് സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തമ്പുരാന്റെ ബലി അർപ്പിച്ചുകൊണ്ട് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ഈശോയുടെ സ്നേഹം അവന്റെ ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് വചനഭാഗം ധ്യാനിച്ചപ്പോഴും അല്ലെങ്കിൽ വചന വിചിന്തനം നടത്താനായിട്ട് രാവിലെ നമ്മുടെ ഭരണപ്പള്ളിയിലായിട്ട് കുർബാന ചന്ദ്രനൊക്കെ അതിനെക്കുറിച്ച് രാവിലെ വിചിന്തനം നടത്തുന്ന സമയത്തൊക്കെ വാസ്തവത്തിന് ബെന്യാമിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ബെന്യാമിനെ കുടുംബാംഗങ്ങൾ തമ്മിൽ ബന്ധവും സൗഹൃദവും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ട് വീട്ടിലേക്ക് കടന്നു വരുന്നത് ബെന്യാമിൻ സെമിനാരിയിലേക്ക് പ്രവേശിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ സെമിനാരി ക്യാമ്പിൽ പങ്കെടുത്തപ്പോഴാണ്. വൈദ്യ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പിൽ പങ്കെടുക്കാനായിട്ട് ചൈതന്യയിൽ വന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കുടുംബാംഗങ്ങളൊക്കെ നല്ലവരാണോ, വിശ്വാസമുള്ളവരാണോ എന്നൊക്കെ പഠിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ശൈലിയുള്ള അച്ഛന്മാരും. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കുടുംബത്തിലേക്ക് കടന്നത്. അതിനുശേഷം ബെന്യാമിനുമായിട്ടുള്ള സൗഹൃദങ്ങളും അല്ലെങ്കിൽ പരിചയങ്ങളും എല്ലാം മുമ്പോട്ട് പോയി. പിന്നീട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇന്നത്തെ തിരുവചനത്തിന്റെ പശ്ചാത്തലത്തിൽ ബെന്യാമിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതൊക്കെ ഇപ്രകാരമാണ്. ഒന്നാമതായിട്ട് ഈശോ പറയുന്നത് അനുരഞ്ജനപ്പെടുന്നവർക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് എളുപ്പം സാധിക്കും എന്ന്. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഇത് തന്നെ നമ്മൾ പലപ്പോഴും കണ്ടുപിടുന്നുണ്ട്. വലിയ പരിഭവങ്ങളോ പരാതികളോ പിണക്കങ്ങളോ ഒന്നുമില്ലാതെ ജീവിക്കുന്നത്
ജീവിതം. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവരോട് പരാതിയില്ലാതെ, പരിഭവങ്ങളില്ലാതെ, പിണക്കങ്ങളില്ലാതെ, സൗഹൃദങ്ങളോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ സ്വർഗത്തിൽ നമുക്കും എത്തിച്ചേരാനായിട്ടുള്ള ഒരു ഓർമ്മ തമ്പുരാൻ നമ്മുടെ മുമ്പിലെ ജീവിതത്തിലൂടെ നൽകുകയാണ്. രണ്ടാമതായിട്ട് ഈ ബെന്യാമിനോട് ചേർന്ന സൗഹൃദങ്ങൾ എന്നെക്കാട്ടിലും ഉപരിയായിട്ട് ഒരുപാട് സൗഹൃദങ്ങൾ നിങ്ങൾക്കും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ബെന്യാമിൻ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളെല്ലാവരും ഓർമ്മയാകാനായിട്ട് ഉള്ളവരാണ്. ഈ 6 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ കുഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ട് എങ്കിൽ വാസ്തവത്തിൽ അവൻ നമ്മോട് ഒപ്പം ആയിരുന്നതുകൊണ്ടാണ്, നമ്മുടെ ഭാഗം ആയിരുന്നതുകൊണ്ടാണ്. കളികളിലൂടെയും ചിരികളിലൂടെയും സംസാരത്തിലൂടെയും ഒക്കെ നമ്മുടെ ജീവിതത്തെ സ്പർശിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ മനസ്സിൽ ഇന്നും അവൻ ജീവിക്കുന്നത്. നാളെ നമ്മളും മരണത്തിന് വിധേയരാണ്. നമ്മളും തമ്പുരാന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലണം. ഈ കുഞ്ഞിനെ പോലെ ഈശോയുടെ മുമ്പിൽ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ കൂടെ ഉള്ളവരോടൊക്കെ സൗഹൃദത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് എന്തുമാത്രം സാധിക്കുന്നുണ്ട് എന്നും നമുക്ക് ആത്മാർത്ഥമായിട്ട് വിചിന്തനം ചെയ്യാം. ഈശോയ്ക്ക് ഇന്നത്തെ ദിവസത്തെ ഓർത്ത് നന്ദി പറയാം. നന്ദി പറയാനായിട്ട് ഞാൻ പ്രിയ മാതാപിതാക്കളോട് പറയുമ്പോഴും അല്ലെങ്കിൽ സഹോദരങ്ങളോടും കുടുംബാംഗങ്ങളായിരുന്ന നിങ്ങളോടും ഒക്കെ പറയുമ്പോഴും അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ വേദനയാണ് എന്നറിയാം. പക്ഷെ നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയണം. കാരണം തമ്പുരാൻ ശബ്ദത്തിൽ നമുക്കൊരു മധ്യസ്ഥന അനുഗ്രഹിച്ചിരിക്കുകയാണ്. തമ്പുരാൻ നമുക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കാനായിട്ട്, നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ കുടുംബത്തിലെ ഒരു നല്ല പുഷ്പത്തെയാണ് അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഗസ്റ്റ് വരുമ്പോൾ ആ ഗസ്റ്റിന് കൊടുക്കാനായിട്ട് നമ്മൾ ഒരിക്കലും വാടിയ പൂവോ അല്ലെങ്കിൽ മോശപ്പെട്ട എതളുകൾ പൊടിഞ്ഞ പൂവോ ഒന്നും എടുക്കുന്നില്ല. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ആ നല്ല ഗസ്റ്റിന് കൊടുക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെ മാലാഖമാര് നമ്മുടെ തമ്പുരാന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സ്വർഗത്തിലേക്ക് എടുത്തപ്പെട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പൂവാണ് ഈ കുഞ്ഞ് എന്നതിനെ ഓർത്ത് ദൈവമേ, ഞങ്ങൾക്ക് മുമ്പേ അവനെ കൊണ്ടുപോയി ഞങ്ങൾക്ക് വഴി തുറന്നു തരാനായിട്ട്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കാനായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഈ പുഷ്പത്തെ നീ എടുത്തു നിന്റെ നാമം മഹത്വപ്പെടുത്തേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മൾ വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ദൈവത്തിന് നന്ദിയോടുകൂടെ അർപ്പിക്കാം. കർത്താവെ, മാതാപിതാക്കളോട് ചേർന്ന് ഞങ്ങളുടെ കുഞ്ഞും നിന്നെ ഈ ആരാധനയെ നടത്തുന്ന ഈ ദേവാലയത്തിൽ സ്തുതിക്കുന്നുണ്ടല്ലോ. ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞും മാതാപിതാക്കളോട് ചേർന്ന് സ്വർഗത്തോട് ചേർന്ന് അനുബലതം നിനക്ക് സ്തുതി കീർത്തനങ്ങൾ ആലപിക്കുകയാണല്ലോ. തമ്പുരാനെ, കൂടുതൽ വിശുദ്ധിയോടുകൂടെ ഈ കുഞ്ഞിനെ പോലെ നിന്റെ അടുക്കിലേക്ക് വന്ന് മാതാപിതാക്കളോട് ചേർന്ന് കീർത്തനം ആലപിക്കുവാൻ ഞങ്ങളെ എളിമപ്പെടുത്തണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കന്യയുടെ കർത്താവേ, കരുണരുളിക്ക് സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും വാഗ്ദാന പ്രതീക്ഷയാ നിർദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവെ ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവെ, നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ, നല്ലവരൊത്തു വലം പാകേ. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മദനായുസ്സും. വായിക്കണമേ നിൻ കൃപയാലെ, മാമോദീസ വഴിയങ്ങേ സുതരാണവരം നോക്കണമേ. ആനന്ദിക്കും കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു, കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പരിശുദ്ധാത്മാനുസ്തുതി. ബാവാപുത്രൻ റൂഹായെ മൃതനാമെന്നിൽ കനിയേണം,
ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. എന്നുടെ നാഥാവിൻ തിരുമൊഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിത്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങിമുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നതനൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയെങ്കൽ ചേർക്കണമീശോ. ഉന്നതനൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിനെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിന് ഞാൻ വിളിക്കുന്നു, കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തുവെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്നാൽ പാപമോചനം നിന്റെ പക്കൽ. നിത്യനാം ദൈവത്തെ വാഴ്ത്തിടുന്ന ബെന്യാമിൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നിത്യനാം ദൈവത്തെ വാഴ്ത്തിടുന്ന ബെന്യാമിൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അധ്വാനിച്ചാഹാരം നേടിടുവാൻ ഉള്ളു തുറന്നതു പങ്കുവയ്ക്കാൻ ചെയ്യേണ്ട നന്മകൾ ചെയ്തിടുവാൻ മാതാപിതാക്കൾക്കു താങ്ങേകുവാൻ നിത്യനാം ദൈവത്തെ വാഴ്ത്തിടുന്ന ബെന്യാമിൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നിത്യനാം ദൈവത്തെ വാഴ്ത്തിടുന്ന ബെന്യാമിൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കർത്താവിൻ ജ്ഞാനത്തെ സ്വീകരിക്കാൻ പാവനാത്മാവാൽ നിറഞ്ഞിടുവാൻ വിണ്ണിനാഥനെ ആരാധിക്കാൻ മാലാഖമാരുത്തു പാടിടുവാൻ. പ്രാർത്ഥിക്കാം. ഈശോയ്ക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ കൂട്ടായ്മയിൽ ആയിരിക്കാം. ഈ ഭവനത്തിലും ഇതിൽ വസിക്കുന്നവർക്കും സമാധാനം. നീതിമാന്മാരായ വിശ്വാസികളിലും പരിശുദ്ധരായ പൂർവ്വപിതാക്കന്മാരിലും അത്യന്തം സന്തുഷ്ടനായവരെ ആശീർവദിച്ച ദൈവമേ, ഈ ഭവനത്തെയും ഇതിൽ വസിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. ഇവിടെ നിന്ന് അന്ത്യയാത്ര പറഞ്ഞ് പിരിഞ്ഞു പോയവർക്ക് നിത്യാനന്ദം കൽപ്പിച്ചു തരണമേ. പൂർവ്വപിതാവായ അബ്രാഹത്തിന്റെയും നീതിമാനായ ജോബിന്റെയും ഭവനങ്ങൾ പോലെ ഇതും ഐശ്വര്യപൂർണമായി തീരട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര,
ആദികളും കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭക്തിനു നിത്യമഹോന്നതമാം ഉത്തമത്തെ അരുളുന്നു. അക്ഷയമാരുടെ ആത്മാവിൽ ഉത്തമരക്ഷയും നേരുന്നു. വിനോദികളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സഹോദരരെ, മക്കാബായക്കാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 12-ാം അധ്യായം 39 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. യുദ്ധത്തിൽ മരിച്ചവരുടെ ശരീരങ്ങളുടെ അടുത്ത് അവരുടെ ചാർച്ചക്കാരെ അടക്കിയിരിക്കുന്ന കല്ലറകൾ തന്നെ സംസ്കരിക്കുവാൻ വേണ്ടി മക്കാബായക്കാർ പിറ്റേ ദിവസം യൂദാസിന്റെ പക്കലേക്ക് ചെന്നു. എന്നാൽ വധിക്കപ്പെട്ടവരുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ ജമിനിയായ വിഗ്രഹങ്ങൾ ധരിപ്പിക്കപ്പെട്ട വലിയ വസ്തുക്കൾ അവർ കണ്ടെത്തി. അങ്ങനെയുള്ള വസ്തുക്കൾ സൂക്ഷിക്കുക യഹൂദ നിയമപ്രകാരം കുറ്റകരമായിരുന്നു. അങ്ങനെ ഒരു കുറ്റം ചെയ്തതുകൊണ്ടാണ് അവർ വധിക്കപ്പെട്ടതെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. നിഗൂഢ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന നീതിമാനായ ദൈവത്തെ അവരെല്ലാവരും സ്തുതിച്ചു. അനന്തരം യുദ്ധത്തിൽ മനുഷ്യരുടെ പാപങ്ങൾക്ക് പുറത്തു കൊടുക്കണമേ എന്ന് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിന്നീട് യുദ്ധവീരനായ യൂദാസ് ഉപദേശ രൂപത്തിൽ അവരോട് ഇങ്ങനെ പറഞ്ഞു: ഇവരുടെ പാപം മൂലം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞു. അതിനാൽ പാപം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. അതിനുശേഷം അദ്ദേഹം ഒരു പണപ്പിരിവ് നടത്തി. 10,000 ദ്രാഗ്മ പിരിച്ചു കിട്ടി. മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരബലി അർപ്പിക്കുവാൻ ആ സംഖ്യ അദ്ദേഹം ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു. ഉദാഹരണത്തിലുള്ള പ്രതീക്ഷയാണ് അത് ചെയ്യുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. മരിച്ചവർ വീണ്ടും ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വ്യർത്ഥവും നിഷ്ഫലവുമായി അദ്ദേഹം കരുതുമായിരുന്നു. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ അരുളി ചെയ്തു: എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടം ആക്കിയിരിക്കുന്നു. മനുഷ്യപുത്രൻ ആയതുകൊണ്ട് വിധികർത്തി അവനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിൽ ഉള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി സ്വർഗത്തിലായിരിക്കുന്ന നമ്മുടെ സഹോദരൻ ബിനിയാൻ ചേട്ടയുടെ ആത്മാവിനെ നിത്യഭാഗ്യം കൽപ്പിച്ചരുളുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനന്തമായ സ്നേഹത്താൽ ഇയാളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ രക്ഷിക്കുകയും ചെയ്ത ദൈവമേ, ശിഷ്യകളിൽ നിന്നെല്ലാം മോചനം നൽകി ഈ ആളിന്റെ ആത്മാവിനെ സ്വർഗരാജ്യത്തിൽ സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതകാലം ചെയ്തിട്ടുള്ള സൽകൃത്യങ്ങളും ദാനധർമ്മങ്ങളും പ്രാർത്ഥനകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പരിഗണിച്ച് ഈ ആളിന്റെ ശിക്ഷകളെല്ലാം അടച്ചു കൊടുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ നിന്നോട് കൂടെ പരദീസായിൽ പ്രവേശിക്കുമെന്ന് നല്ല കള്ളനോട് അരുളി ചെയ്ത കർത്താവേ, ഈ ആത്മാവിന്റെ കടകളെല്ലാം കഴുകി വിശുദ്ധീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ഉദ്ധാനം വഴി മനുഷ്യവംശത്തെ ആനന്ദിപ്പിച്ച ലോകരക്ഷകനായ കർത്താവേ, നശിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങൾ സമർപ്പിക്കുന്നു. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ ആനന്ദവുമായ ദൈവമേ, അങ്ങ് ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ പ്രിയപ്പെട്ട മകന്റെ
ആത്മാവിന് നിത്യഭാഗ്യം കൽപ്പിച്ചറിയണമേ. ജീവന്റെയും മകനും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. വാഴ്ത്തിയിടുന്നേ. ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുദ്ധാനം വരുന്നല്ലോ. വാഴ്ത്തിയിടുന്നേ. ഒഴുകി വരുന്നു വാനവകാലം, ഊഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ പുനരി വരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് പ്രിയപ്പെട്ട മകന് മോചനം നൽകുകയും ബന്ധുമിത്രാദികളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഈ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ച് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ശംശികായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാലാഖമാരുത്തുവാനിൽ വാഴുന്ന ബെന്യാമിൻ കുട്ട, മാലാഖമാരുത്തുവാനിൽ വാഴുന്ന ബെന്യാമിൻ കുട്ട, നിസ്തുല നിർമ്മല ശോഭയാൽ മിന്നുന്ന സ്വർഗീയ മാണിക്യമുത്തേ, മാലാഖമാരുത്തുവാനിൽ വാഴുന്ന ബെന്യാമിൻ കുട്ട, ബലിപീഠമാലനായി ബലവാന്റെ നന്മകൾ ബലഹീനർക്കേകുന്ന ബെന്യാം, ബലിപീഠമാലനായി ബലവാന്റെ നന്മകൾ ബലഹീനർക്കേകുന്ന ബെന്യാം, ആപത്തിനാഴത്തിൽ നിന്നും ഞങ്ങളെ അദൃശ്യനായി കാക്കുന്ന ബെന്യാം, ആപത്തിനാഴത്തിൽ നിന്നും ഞങ്ങളെ അദൃശ്യനായി കാക്കുന്ന ബെന്യാം, ബെന്യാം വണങ്ങുന്നു നിന്നെ, ഞങ്ങൾ നമിക്കുന്നു നിന്നെ, ബെന്യാം വണങ്ങുന്നു നിന്നെ, ഞങ്ങൾ നമിക്കുന്നു നിന്നെ, മാലാഖമാരുത്തുവാനിൽ വാഴുന്ന ബെന്യാമിൻ കുട്ട, മാലാഖമാരുത്തുവാനിൽ വാഴുന്ന ബെന്യാമിൻ കുട്ട. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ സ്വർഗീയ 6ാം പിറന്നാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊച്ചുപറമ്പിലെ കൊച്ചു വിശുദ്ധൻ ഇഹലോഹവാസം വെടിഞ്ഞിട്ട് ഇന്നേക്ക് 2187 ദിവസം പിന്നിടുകയാണ്. കഴിഞ്ഞ 2187 ദിവസവും ബിനിയാൻ ചേട്ടായുടെ കല്ലറകൾക്കരികിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രാർത്ഥനകളും ജപമാലകൾക്കും ഇന്നേ വരെ ഒരു മുടക്കവും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം വളരെ ദൈവാനുഗ്രഹപ്രദമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ 13 ദിവസങ്ങളായി സ്വർഗത്തോടൊപ്പം ഈ കുടുംബാംഗങ്ങൾ എല്ലാവരും ഈ സ്വർഗീയ തിരുനാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചേട്ടായിയുടെ ഇഹലോകവാസകാലത്ത് ഈശോയോടൊപ്പമായിരിക്കുന്ന കഴിഞ്ഞ 2187 ദിവസങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും
എന്നെ പോലെയും ഇവിടെ ആയിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് നല്ല സുന്ദരമായ ഓർമ്മകൾ പങ്കുവയ്ക്കുവാനുണ്ടാകും. എനിക്ക് വ്യക്തിപരമായി ഒരുപാട് അടുപ്പവും സ്നേഹവും സൗഹൃദവുമുള്ള എൻ്റെ സ്വന്തം ചേട്ടായി ആയിരുന്നു എൻ്റെ ബിനിയാൻ ചേട്ടായി. എനിക്ക് സെമിനാരിൽ പോകണം എന്ന ആഗ്രഹം ചേട്ടായോട് പ്രകടിപ്പിച്ച നാൾ മുതൽ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ ഒരുക്കുകയും ചെയ്ത എൻ്റെ ബിനിയാൻ ചേട്ടായിയെ എനിക്ക് ഓർക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ബിനിയാൻ ചേട്ടായി വൈദികരോടും വൈദിക വിദ്യാർത്ഥികളോടും സന്യസ്തരോടും കാണിക്കുന്ന അടുപ്പവും സ്നേഹവും എന്നെ ഈ ഒരു വിളി തിരഞ്ഞെടുക്കുവാൻ ഒരുപാട് പ്രോത്സാഹനം നൽകിയ കാര്യമാണ്. ബിനിയാൻ ചേട്ടായി ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായി വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. വിശുദ്ധവാര ദിവസങ്ങളിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും വിശുദ്ധവാര ദിവസങ്ങളിലെ തിരുനാൾ കർമ്മങ്ങൾക്ക് അച്ഛനെ സഹായിക്കുകയും ധൂപക്കുറ്റി എടുക്കുകയും അങ്ങനെ പള്ളിയിലെ എല്ലാമായി ബിനിയാൻ ചേട്ടായി മാറുമായിരുന്നു. മറ്റുള്ളവരെ തന്നെക്കാൾ അധികം സ്നേഹിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ചേട്ടായി എനിക്ക് ഒരുപാട് അവസരങ്ങൾ ചേട്ടായിക്ക് കിട്ടിയ ഒരുപാട് അവസരങ്ങൾ ചേട്ടായി എനിക്ക് നൽകിയിട്ടുണ്ട്. പലപ്പോഴും അൽത്താരയിൽ കയറാനായിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ധൂപക്കുറ്റി എടുക്കാനായിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ പല വലിയ വലിയ ക്യാമ്പുകൾ കൂടാനായിട്ട്, അല്ലെങ്കിൽ ചില ക്ലാസ്സുകൾ നയിക്കാനായിട്ടൊക്കെ ബിനിയാൻ ചേട്ടാ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ നിമിഷം നന്ദിയോടും സ്നേഹത്തോടും കൂടി ഓർക്കുന്നു. ഒരുപാട് തമാശകൾ പറയുന്ന, ഒരുപാട് നല്ല സ്നേഹബന്ധം മറ്റുള്ളവരോട് പുലർത്തുന്ന വ്യക്തിയാണ് ബിനിയാൻ ചേട്ടായി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായി അറിയാവുന്ന കാര്യമാണ്. ബിനിയാൻ ചേട്ടായി നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള ചക്കര ഉമ്മകളും ബിനിയാൻ ചേട്ടായി നമ്മോട് സംബന്ധിച്ചിട്ടുള്ള നല്ല സ്നേഹ സംഭാഷണങ്ങളും നമുക്ക് വാങ്ങി നൽകിയിട്ടുള്ള കൊച്ചു കൊച്ചു സമ്മാനങ്ങളും ഒക്കെ ഇപ്പോഴും ഒളിമങ്ങാതെ നമ്മുടെ ഹൃദയങ്ങളിൽ നാം ഓരോരുത്തരും സൂക്ഷിക്കുന്ന നന്മയുടെ ചെറുനാമ്പുകളാണ്. ഇന്നേ ദിവസം നാളെ 20 കൊച്ചുപറമ്പിലെ കൊച്ചു വിശുദ്ധനിലൂടെ ദൈവം നമുക്ക് നൽകിയ ഓരോ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നല്ലവനായ തമ്പുരാനെ നമുക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കാം. ഈശോ വഴിയായി ഇനിയും ധാരാളം ദൈവാനുഗ്രഹങ്ങൾ കൊച്ചുപറമ്പിലെ കൊച്ചു വിശുദ്ധനിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. അതിനായി നമ്മളെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. വാനിൽ വിരിഞ്ഞൊരു വെൺമലരേ, മാലാഖമാരുടെ പൊൻകുരുന്നേ, നിത്യനാം ദൈവത്തെ വാഴ്ത്തിടുന്ന ബെന്യാമിൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നിത്യനാം ദൈവത്തെ വാഴ്ത്തിടുന്ന ബെന്യാമിൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദിശ തെറ്റി വീഴുന്ന യൗവനത്തെ സ്വർഗീയ പാതേ നയിച്ചിടുവാൻ, ലോകമോഹങ്ങളിൽ വീണിടാതെ യേശുവിൻ സ്നേഹത്തിൽ ആനന്ദിപ്പാൻ, നിത്യനാം ദൈവത്തെ വാഴ്ത്തിടുന്ന ബെന്യാമിൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.
സുതനോടെന്നും പ്രാർത്ഥിക്കണമേ തായേ നീ എന്നെന്നും മൃത്യുവിൽ നേരത്തും നിറഞ്ഞവളെ മേരി നിന്നാമം പാടുന്നു പരിശുദ്ധ കന്യാമാതാവേ പാപികൾ ഞങ്ങൾക്കായി നിത്യം ഇന്ദിരസുതനോടെന്നും പ്രാർത്ഥിക്കണമേ തായേ നീ എന്നെന്നും മൃത്യുവിൽ നേരത്തും നന്മ നിറഞ്ഞവളേ മേരി നിന്നാമം പാടുന്നു പരിശുദ്ധ കന്യാമാതാവേ പാപികൾ ഞങ്ങൾക്കായി നിത്യം ഇന്ദിരസുതനോടെന്നും പ്രാർത്ഥിക്കണമേ തായേ നീ എന്നെന്നും മൃത്യുവിൽ നേരത്തും മേരി നിന്നാമം പാടുന്നു കന്യാമാതാവേ പാപികൾ ഞങ്ങൾക്കായി നിത്യം ഇന്ദിരസുതനോടെന്നും പ്രാർത്ഥിക്കണമേ തായേ നീ എന്നെന്നും മൃത്യുവിൽ നേരത്തും നിറഞ്ഞവളേ മേരി നീ പ്രാർത്ഥിക്കണമേ തായേ നീ എന്നെന്നും മൃത്യുവിൽ നേരത്തും പാടുന്നു പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്ത്രീകളിൽ നീ ധന്യയല്ലോ പാപികൾക്കായി പീഡിതർക്കായി രോഗികൾക്കായി പ്രാർത്ഥിക്കണേ മറിയതായേ എൻ്റെ അമ്മേ സ്ത്രീകളിൽ നീ ധന്യയല്ലോ പാപികൾക്കായി പീഡിതർക്കായി രോഗികൾക്കായി പ്രാർത്ഥിക്കണേ മറിയതായേ എൻ്റെ അമ്മേ സ്ത്രീകളിൽ നീ ധന്യയല്ലോ പാപികൾക്കായി പീഡിതർക്കായി രോഗികൾക്കായി പ്രാർത്ഥിക്കണേ മറിയതായേ എൻ്റെ അമ്മേ സ്ത്രീകളിൽ നീ ധന്യയല്ലോ പാപികൾക്കായി പീഡിതർക്കായി രോഗികൾക്കായി മാറി വന്നാനേ ഞങ്ങളുടെ പിതാവായി മാതാവായി ഞങ്ങളേറ്റവും
ഞങ്ങൾക്ക് വേണ്ടി വീക്ഷിക്കണമേ. ഞങ്ങൾക്ക്